ശബരിമലയിൽ ഗുണ്ടകളുണ്ടോ? തീർച്ചയായും. സംശയം എന്താ? അവിടുത്തെ കച്ചവടക്കാരാണ് അവിടുത്തെ ഗുണ്ടകൾ. അത് ശരി. ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തീർത്ഥാടകൻ, ആ തീർത്ഥാടകൻ ഒരു കച്ചവട സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ആ വീഡിയോ എടുത്തിപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ തണ്ണിമത്തനുണ്ടല്ലോ, കട്ട് ചെയ്ത തണ്ണിമത്തൻ ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് ചോദ്യം ചെയ്തു. ഇത് അടച്ചു വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടക്കാരൻ പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് എടുത്തതിൻ്റെ മേളിൽ ഇട്ടു. അപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴല്ല നിങ്ങളിത് ചെയ്യേണ്ടത്, നിങ്ങളല്ലാതെ തന്നെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായപ്പോൾ ഇവൻ ഇതങ്ങ് വലിച്ചെടുത്ത് കളഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ, നീ വേണമെങ്കിൽ മേടിച്ചാൽ മതിയത് ഭക്തരോട് പറയാണ്. അവിടെ ചെല്ലുന്ന ഇരുമുടി കെട്ടി ഇരുമുടി എടുത്ത് അവിടെ ചെല്ലുന്ന ഏത് മനുഷ്യനും അയ്യപ്പനാണ്, സ്വാമിയാണ്. അങ്ങനെയാണ് അവിടെ കണക്ക് കൂട്ടാറുള്ളത്. അതുകൊണ്ടാണ് അവിടെ പോലീസ് പോലും അവരുടെ യൂണിഫോമിന് ബെൽറ്റ് ഇടാതെയും ഷൂസ് ഇടാതെയും നിൽക്കുന്നത്. അവർ യൂണിഫോം ഇൻഷേർട്ട് ചെയ്ത് നിൽക്കാറില്ലല്ലോ പോലീസ് അവിടെ, അങ്ങനെയാണ് നിൽക്കാറുള്ളത്. ശബരിമല എന്ന് പറയുന്നത് ഈ പറയുന്ന വനവും ഈശ്വരനും രണ്ടും ഒന്നാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഒരു വലിയ ബിംബമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ മനുഷ്യരും അവിടെ സ്വാമിയാണ്. ഒരു സ്വാമിയോട് ഒരു കച്ചവടക്കാരൻ പറയുന്ന വാക്കുകളാണ് ഇന്ന് പുറത്തു വന്നിരുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. തട്ടിപ്പിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് ഈ സ്ഥലം. അവിടെ വന്ന് അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, അവിടെ വിശ്വാസ കേന്ദ്രമാണ്. വിശ്വാസികൾ വളരെ ഭക്തിയോടും കൂടി അവിടെ ചെല്ലുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു വിഭാഗം വലിയ തട്ടിപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ, ദേവസ്വം ബോർഡ് ഇതൊന്നും അറിയുന്നില്ലേ? ദേവസ്വം ബോർഡ് കൂടെ കൂട്ടിക്കഴിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് കുറച്ച് പേർക്ക് മാത്രമേ ഇവർ കരാർ കൊടുക്കത്തുള്ളൂ. ശ്രദ്ധിച്ചാൽ മതി, അവിടുത്തെ കച്ചവടക്കാരെ ഒന്ന് പോയി തപ്പിയാൽ മതി. അവിടുത്തെ കച്ചവടക്കാർ ആരാണെന്ന് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൂട്ടർക്ക് മാത്രമായി ഇതിങ്ങനെ അങ്ങ് കൊടുക്കുകയാണ്. എന്താ, കച്ചവടം നടത്താൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവിടെ റൂബി എന്ന് പറയുന്ന ഒരു സാധനം വിൽക്കും. ജോണായിട്ട് അവിടെ പോയിട്ടില്ലല്ലോ? പോയിട്ടുണ്ടല്ലോ. ഞാൻ അവിടുത്തെ റിപ്പോർട്ടറായിട്ട് നിന്നിട്ടുണ്ട്. അവിടെ റൂബി എന്ന് പറയുന്ന സാധനം, അതൊരു മിൽക്ക് ഷേക്കാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വില 35 രൂപയാണ്. ഇതൊരു മധുര ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ MRP റേറ്റും അതാണ്. അവിടെ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് അറിയാം? 70 രൂപയ്ക്ക്. ഇരട്ടി വില. ആ രൂപയ്ക്കാണ്, അത്രയും വിലയ്ക്കാണ് അവിടെ വിൽക്കുന്നത്. അവിടെ ഫിൽട്ടർ ചെയ്ത വെള്ളം മാത്രമേ അവിടെ സോഡയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റ് ശീതളപാനീയങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഫിൽട്ടർ ചെയ്ത വെള്ളമേ ഉപയോഗിക്കാവൂ എന്നതാണ് ദേവസ്വത്തിൻ്റെ കരാറിൻ്റെ ഇതിൽ നോംസായി പറഞ്ഞിരിക്കുന്നത്. അവിടെ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുത്തു വെച്ച് ഇവന്മാരിങ്ങനെ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും പല കടയിലും പല റേറ്റാണ്. ഇവർ ഈ പരിശോധന എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും വന്ന് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഹോട്ടലുകളിൽ കയറി ഒന്ന് തപ്പി ഇറങ്ങി അവരവരുടെ പാട്ടിന് പോകും. അവരെന്തെങ്കിലും ഈ പ്രശ്നക്കാർ, അതായത് അവർക്ക് കൃത്യമായി പണി കൊടുക്കാത്തവർക്ക് പോയി അവർക്ക് കൊണ്ടുപോയി പണി കൊടുക്കും. ഒരു തവണ, അതായത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ നമുക്ക് പിഴ നമ്മളിൽ നിന്ന് ചുമത്തി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കരാറ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നോംസിനകത്തുണ്ട്. അതുകൊണ്ട് കാര്യമായൊരു ഫൈൻ അവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇവർക്ക്. പിന്നീട് ഇതിനകത്ത് അല്ലെങ്കിൽ എങ്കിലും അവന്മാർ കയറും, വേറെ പേര് വെച്ചിട്ട് കരാറുകാരനെ വെച്ചിട്ട് ഇവർ കയറുന്നതാണ്. ഇത് സ്ഥിരമായി അവർ തന്നെയാണ് അവിടെ നടത്തുന്നത്. അവർ തന്നെയാണ് അവിടെ നടത്തുന്നത്. ഇവിടെ പുറത്ത് കിട്ടുന്ന പാത്രത്തിന് അവിടെ ഇരട്ടി വിലയാണ്. അവിടെ വരുന്ന അയ്യപ്പന്മാരെ വന്ന് പിഴിയുകയാണ്. അവിടെ നെയ്യൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നേ. പരാതി ഒന്നും കൊടുക്കുന്നില്ല ആളുകൾ. അയ്യപ്പ ഭക്തർ എത്രയോ പരാതി കൊടുത്തു. അയ്യപ്പ സേവാ സംഘം എത്രയോ പരാതി കൊടുത്തു. ഇവിടുത്തെ BJP RSS എത്ര പരാതി ഇക്കാര്യത്തിൽ കൊടുത്തു. ആര് ചോദിക്കുന്നു ഇതൊക്കെ? അവിടെ ജോണേട്ടൻ ഒരു കാര്യം അറിയാമോ? ഇവിടെ എങ്ങും കിട്ടാത്തൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ പിള്ളേർ ഈ ചുണ്ടി വെക്കുന്നേ, ഈ സാധനം അവിടെ കിട്ടും. അവിടെ കിട്ടും. അവിടുത്തെ കടകളിൽ ഇതിന്റെ കച്ചവടം ഉണ്ടെന്നേ. ശബരിമലയിൽ ഇതിന്റെ കച്ചവടം ഉണ്ടെന്നേ. ചില കടകളിൽ രഹസ്യമായിട്ട് ഇതിന്റെ കച്ചവടം നടക്കുന്നുണ്ട്. ഈ സാധനം നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു നമുക്കാണെങ്കിൽ തപ്പിയെടുത്ത് ഇത് കൊടുക്കാവുന്നതേ. എന്തിനാണ് ഈ അയ്യപ്പന്മാരായിട്ട് സ്വാമിയായിട്ട് അവിടെ കയറി വരുന്നത്? എന്തിനാണ് മേടിച്ച് വെക്കാൻ പോകുന്നത്? അവനിത് വെക്കുന്നുണ്ടല്ലോ അവൻ വിൽക്കുന്നത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവിടെ വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ പറയുന്ന താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് എത്തുന്നവരുണ്ട്. അതായത് ദേവസ്വത്തിന് വേണ്ടി താൽക്കാലിക ജോലി ചെയ്യാൻ, അതായത് കൗണ്ടറുകളിൽ ഇരിക്കാനും അരവണ വിൽക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ അവിടെ ജോലിക്ക് വേണ്ടി കയറി വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം അവിടെ വിൽക്കുന്നത്. അതായത് സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ സാധനമൊക്കെ വേണം. അപ്പോൾ ഈ കടകളിൽ ഇത് രഹസ്യമായി വിൽക്കും. ഇത് 10-200 ആണെന്ന് തോന്നുന്നു. ആ റേറ്റിലൊക്കെയാണ് ഇത് വിൽക്കുന്നത്. ഞാൻ എത്ര അതിൻ്റെ കവർ കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ഈ സാധനം ഇത് എവിടുന്ന് വന്നു. അവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നിടത്ത് ഇതിൻ്റെ കവറുകൾ കിടക്കുന്നു. ഞാൻ ആലോചിച്ചത് സന്നിധാനത്ത് ഇതിൻ്റെ കവറോ? ഇത് ഇവിടുന്ന് കയറി വന്ന് അത് അന്നൊരു ദിവസം ഈ അവിടുത്തെ ഒരു
ഇതുണ്ട്, പിന്നെ ഈ കത്തിച്ച് കളയുന്നത്. പിന്നെ ആ ഭാഗത്ത് അവിടെ ഒരു പ്രശ്നമുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ അവിടെ പിന്നെ അതിൻ്റെ ആ വാർത്ത എടുക്കാൻ വേണ്ടി ഞാനും ക്യാമറമാനോട് അവിടെ നടന്നു പോയപ്പോൾ ഞാൻ ക്യാമറ ചേട്ടൻ ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണെന്ന് ചോദിച്ചു. അത് അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ കച്ചവടം ഇവിടെ ഉണ്ടെന്ന്, ചേട്ടൻ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ കച്ചവടം ഇവിടെ പലയിടത്തും നടക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയുള്ള പല പല പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം എന്താ പറയുക, ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്, ബിസിനസ് കേന്ദ്രം, ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം. അയ്യപ്പന്മാരെ ഇന്നിപ്പോൾ പറഞ്ഞവനെ ഉണ്ടല്ലോ, അവൻ ഇപ്പം തന്നെ അവിടെ പിടിച്ച് പുറത്താക്കണം. കാര്യം അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്, ഇരുമുടി കെട്ടി എത്തുന്ന ഒരാളെന്ന് പറയുന്നത് സ്വാമിയാണ്. അവിടെ സ്വാമി എന്നാണ് വിളിക്കാറ്. പോലീസുകാർ പരസ്പരം സ്വാമി എന്നാണ് വിളിക്കാറുള്ളത്. പോലീസുകാർ സ്വാമി എന്നാണ് വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ SIയും സർക്കിളും ഒന്നുമില്ല, ACPയും DYSP ഒന്നുമില്ല. ഒരു പോലീസുകാരൻ അവിടെ ഇരിക്കുന്ന സാധാ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ACP വിളിക്കുന്ന സ്വാമി എന്നാണ്. അങ്ങനെയാണ് അവരവിടെ വിളിക്കാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിളിക്കുന്നത് അങ്ങോട്ടാണ്. അതിൻ്റെ കൺട്രോൾ റൂമിൻ്റെ വാക്കി ടോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സാധനത്തിൽ വിളിക്കുന്നത് ഇങ്ങനെയാണ്. സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അവിടെ സെറ്റിലൂടെ, വയർലെസ്സിലൂടെ. അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അവിടെ. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നതെന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വലിയ വിശ്വാസ കേന്ദ്രമായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ അവന്മാർ കയറി ചെന്ന് അവിടെ വരുന്നവരെ ഭീഷണിപ്പെടുത്തുക, വിരട്ടുക, അവരോട് നീ വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാൻ, അവനെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂ. എന്ത് വേറൊരു സ്ഥലത്താണ് ഈ നടക്കും. വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസ കേന്ദ്രത്തിൽ ഈ പരിപാടി, ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ആരാധനാ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു കച്ചവടക്കാരൻ വന്ന് അവിടുത്തെ വിശ്വാസപൂർവ്വം വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ കത്തും ഈ നാട്. ശബരിമലയിൽ ആയതുകൊണ്ട് ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. വന്ന സ്വാമി കേട്ടു. സ്വാമി എന്തായാലും ആ സ്വാമി നല്ല കാര്യം ചെയ്തു, വീഡിയോ എടുത്ത് പുറത്തു വിട്ടു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വരുന്നവർ പിന്നെ ഹിന്ദു വിശ്വാസികളാണ് അവിടെ വരുന്നത്. ഈ കച്ചവടം പിന്നെ കരാർ വെക്കുമ്പോഴും ഹിന്ദു വിശ്വാസികൾക്ക് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് കൊടുക്കണ്ട എന്നങ്ങ് വെച്ചാൽ പോരെ. അല്ലാത്തവർക്ക് ഇത് കൊടുക്കണ്ടെന്നേ, ഹിന്ദു വിശ്വാസികൾക്ക് കൊടുത്താൽ അവിടെ വരുന്നത് ഹിന്ദു വിശ്വാസികളാണ്. അപ്പോൾ ഈ പ്രശ്നമില്ലല്ലോ. ഇത് ഒരു വലിയ കമ്മ്യൂണൽ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിപ്പം. ഇത് മറ്റ് മതവിഭാഗത്തിലുള്ളവരാണ് അവിടെ കരാറെടുത്തിരിക്കുന്നത്. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഒരു വർഗീയ ഭാഷ എന്നൊക്കെ വിചാരിക്കും. ഈ വിശ്വാസം ഉള്ളവർക്ക് കൊടുത്താൽ മതി. ഇത് അവിശ്വാസിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് വേറെ കാര്യം. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് കൊടുത്താൽ മതി. അവരവിടെ നിൽക്കട്ടെ, അവർ പോയി അവിടെ നിൽക്കട്ടെ. ഇതങ്ങനെ കൊടുക്കത്തില്ല. ഇതും വേറെ ആളുകൾക്ക് കൊടുത്ത് അതിലൂടെ ഈ പറയുന്ന പോലെ ഇതിനിപ്പോൾ ഒരു കമ്മ്യൂണൽ പ്രശ്നമായിട്ട് മാറുമ്പോൾ ഇവർക്ക് അതിലൂടെ മുതലെടുക്കാൻ പറ്റും. ഒരു കമ്മ്യൂണൽ വിഷയം ഉണ്ടാകുമ്പോൾ ഈ സാധനം എടുത്തു വെച്ച് മുതലെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പരിപാടികളാണ് നടത്തുന്നത്. മാത്രമല്ല അവിടെ ലോബിയാണെന്നേ, കച്ചവട ലോബിയാണ്. അവർക്ക് മാത്രമേ കരാർ കിട്ടത്തുള്ളൂ. ജോണേട്ടൻ പോയി കട എടുത്ത് നോക്ക്, പൊളിച്ചു വിടും. ഒരൊറ്റ മണ്ഡലകാലത്തിലെ ചേട്ടൻ അവിടെ കച്ചവടം നടത്തും. ആ മണ്ഡലകാലത്തിൽ അത് തീരുന്നതിന് മുമ്പേ ചേട്ടൻ്റെ കച്ചവടം അവന്മാർ കൂട്ടിക്കും. അതാണ് അവരുടെ പരിപാടി. അവിടെ വിൽക്കുന്നതിനകത്ത് അഴിമതി നടത്തുന്നത് ഒന്ന് ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ഈ ഇങ്ങനെയുള്ള അതായത് ശീതള പാനീയങ്ങൾ, അതിലാണ് ഏറ്റവും വലിയ തട്ടിപ്പ് ഒന്ന് നടത്തുന്നത്. പിന്നെ പാത്രങ്ങളുടെ കച്ചവടത്തിൽ ഇപ്പോൾ ഒരു 200 രൂപയുടെ പാത്രമാണെന്ന് വെച്ചാൽ ഈ അയ്യപ്പന്മാർ നെയ് ശേഖരിക്കുവാൻ വേണ്ടി ഇത് അവിടെ ചെന്ന് മേടിക്കും. അപ്പോൾ അതൊരു 500 രൂപയുടെ ഇതാണെങ്കിൽ അത് മേടിക്കുവാണെങ്കിൽ അവിടുത്തെ വില എന്ന് പറഞ്ഞാൽ 1250 രൂപയായിരിക്കും. 1250 രൂപയായിരിക്കും അതിന് വില ഇട്ടിരിക്കുന്നത്. ഞാനിതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നേ. ഞാനിത് അവിടെ വരുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇത്തരം സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ അന്നിരുന്ന ഒരു മാധ്യമത്തിൻ്റെ നിലപാട് അങ്ങനെ കുത്തിത്തിരിപ്പുകൾ നമ്മൾ ഉണ്ടാക്കണ്ട, ശബരിമലയിലെ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഒരു നിലപാട് എടുത്തു. അത് എനിക്ക് തോന്നി അവിടെ പോയി ഇനിയിപ്പോൾ എന്താ അവിടെ വിടില്ല, ഇതില്ല, മറ്റേ ഇല്ല, മറിച്ച് ഇവിടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നാട്ടുകാരും പറയും ഇവനെന്ത് വന്നിട്ട് ഈ ശബരിമലയിൽ വന്നിരുന്ന് കുത്തിത്തിരിപ്പുകൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, ഇപ്പം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള നിലപാട് ഞാനും എടുത്തു. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു മണിയൻ എന്ന് പറയുന്ന ഒരു ആടിൻ്റെ കഥ എടുത്തു. അത് വലിയ ഇത് അവാർഡൊക്കെ പിടിച്ച സാധനമാണത്. അപ്പോൾ ഈ മണിയൻ എന്ന് പറയുന്ന ഒരു ആട്, ആ ആട് അവിടെ ഒരു 10 ആടുകളുണ്ടായിരുന്നു. ഈ 9 എണ്ണത്തിനെയും കടുവയും പുലിയൊക്കെ കൊണ്ടുപോയി, ഈ ആടിനെ മാത്രം കൊണ്ടുപോയില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവൻ എല്ലാ ദിവസവും ഇങ്ങനെ ഈ പറയുന്ന സന്നിധാനത്തും പരിസരത്തും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. അവിടെയാണ് എപ്പോഴും വന്യമൃഗങ്ങളും ഉണ്ട്. നമ്മളെ ബ്യൂറോ ഇരിക്കുന്നതിൻ്റെ നേരെ പുറകുവശത്ത് ആന വന്നിരിക്കാറുണ്ട്, കാട്ടാന വന്നിരിക്കാറുണ്ട്. പിന്നെ പുലി കടുവയുടെയൊക്കെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആടെങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് തപ്പിയെടുത്തപ്പോൾ എന്താ, ഇവൻ വളരെ ബുദ്ധിപൂർവ്വമാണ് ജീവിക്കുന്നത്. ഇവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് ഈ പറയുന്ന വനംവകുപ്പുകാരുടെ ക്വാർട്ടേഴ്സിനകത്താണ്, അല്ലേ പോലീസിൻ്റെ അടുത്ത് പോകും. വളരെ സേഫായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, വലിയ സ്റ്റോറിയാണ്. അപ്പോൾ അത് മണിയൻ എന്ന് പറയുന്നത് ആടിനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് യൂട്യൂബ് സെർച്ച് ചെയ്ത് ആടിൻ്റെ കഥ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഞാൻ പോയിച്ചു. അത് മറ്റേത് വേണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാനിതെല്ലാം പിടിച്ചിട്ട് പുറത്തിട്ട് കൊടുത്തത്. പിന്നെ അവിടെ കെട്ടിടത്തിന് അഴിമതിയുണ്ട്. അപ്പം എന്തിന് പാത്രങ്ങൾ മേടിച്ചതിന് 1,18,00,000 രൂപയാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ മുക്കിയത്.
ശരി. ശബരിമലയിൽ പാത്രം മേടിച്ചതിന് 2013, 2014 കാലഘട്ടത്തിൽ പാത്രം മേടിച്ചതിൽ 1,18 ലക്ഷം രൂപ അദ്ദേഹം മുക്കിയത് കണ്ടുപിടിച്ചെന്നാ 2020. അപ്പോഴത്തേക്ക് അദ്ദേഹം റിട്ടയർ ആയി പോവുകയും ചെയ്തു. അദ്ദേഹം റിട്ടയർ ആയി പോയ ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. 1,18 ലക്ഷം രൂപ. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു കാണിച്ച തട്ടിപ്പ് എന്താ പറയുമ്പോൾ നെയ്യ് അങ്ങ് തട്ടിച്ചു മൊത്തത്തിൽ. നെയ്യ് തട്ടിച്ചു, അവനെ പുറത്താക്കി. മനോജ് എന്നാണ് അവന്റെ പേര്. മനോജ് ദേവസ്വമുള്ള ഉദ്യോഗസ്ഥനാ. അവൻ കഴിഞ്ഞ മാസം ഇത് തുറന്ന സമയത്ത്, കർക്കിടക മാസം പൂജയ്ക്ക് തുറന്ന സമയത്ത് അവൻ നെയ്യ് അങ്ങ് തട്ടിച്ചു. അവിടെ ഇരുന്ന നെയ്യ് അങ്ങ് തട്ടിപ്പ് കിടത്തി. അതിനകത്ത് അവൻ കാശുണ്ടാക്കി. ഇത് ഇപ്പൊ ഈ അവിടെ എണ്ണുന്ന പൈസയിൽ വരെ തട്ടിപ്പെടുത്തുന്നുണ്ടെന്നേ. കയ്യും കണക്കൂല്ലാതില്ലേ കൊണ്ടുവന്ന് പൈസ ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആന്ധ്ര, തമിഴ്നാട് എന്നുള്ള കർണാടക അയ്യപ്പന്മാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ചാക്ക് കെട്ടിനകത്ത് ഈ പണം കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൽ എത്ര എണ്ണം ഈ പറയുന്ന കാണിക്കയ്ക്ക് അകത്ത് വീഴുന്നു, എത്ര പുറത്ത് പോകുന്നു ഒന്നും അറിയത്തില്ല. പിന്നെ പൈസ ഉണ്ടല്ലോ, ഈ സന്നിധാനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തൊഴുവാൻ സാധിക്കില്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്കാണ്. അഭൂതപൂർവമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് വഞ്ചി വെച്ച് കൊടുത്തിട്ടുണ്ട്, അവരത് ഇടത്തില്ല. അവരതിടാതെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് എറിയും. ഇത് എറിയുന്ന ചിലപ്പം എന്താ തറയിൽ പോയി വീഴും. അവിടെ നിൽക്കുന്ന ആരെങ്കിലും എടുത്ത് പോക്കറ്റിട്ട് അത് പോകും. അത് കിട്ടണമെന്നൊന്നും അവിടെ ഇല്ല. അവരത് ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നേ. ഇല്ലാത്ത കുറേ ആചാരങ്ങളോട് ഉണ്ടെന്നേ. ഒരിക്കലും ഇതുവരെ ഈ അയ്യപ്പ ധർമ്മത്തിൽ ഇല്ലാത്ത ആചാരങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. അവിടെ ഈ കാരണപാതയിൽ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണപാതയിൽ അങ്ങോട്ട് നമ്മൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ശരണപാതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സൈഡിലും ഇങ്ങനെ കല്ല് കൂട്ടി വെച്ചിരിക്കും. ഈ വരുന്ന ആരോ ഒരാൾ പിന്നെ കാല് കഴിച്ചപ്പോൾ സൈഡിലിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടല്ലോ, ഒന്ന് റെസ്റ്റ് എടുത്തിരുന്നപ്പോൾ ചുമ്മാ കുറച്ച് കല്ലെടുത്ത് കൂട്ടി വെച്ചു. ഇത് പുറകെ വരുന്നവരെല്ലാം വിചാരിച്ചത് എന്തോ ആചാരമെന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങേയറ്റം വരെ ഇത് കല്ല് കൂട്ടി വെച്ചിരിക്കും അവന്മാർ. ഇത് ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കിയെടുത്തത് അവിടെ നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഈ കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത്, ഇതാണ് പരിപാടി. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും സന്നിധാനത്ത് നടക്കാൻ പാടില്ലാത്ത പരിപാടികൾ അവിടെ നടക്കുന്നു. അവിടെ കയറി കൂടിയിരിക്കുന്ന ഈ കച്ചവട ലോബിയിലെ ക്രിമിനലുകളെ എത്രയും വേഗം അവിടെ നിന്ന് പുറത്താക്കണം. അവിടെ നിന്ന് ഈ പറയുന്ന അയ്യപ്പ സേവാ സംഘവും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ സ്ഥിരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കച്ചവടത്തിലെ കരാർ ഹിന്ദുക്കൾക്ക് മാത്രമായി നൽകണമെന്നാണ് അവരുടെ ഒരു ആവശ്യം. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണൽ വിഷയമായിട്ട് അത് മാറും. ഇതിന് വർഗീയതയല്ല, ഒരു കമ്മ്യൂണൽ പ്രശ്നമായിട്ട് മാറും. അവിടെ ഒരു അടിയോ പിടിയോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അതിനകത്തൊരു അടി നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ അതൊരു കമ്മ്യൂണൽ വിഷയമായിട്ട് അത് മാറും. അതൊരു വലിയ പ്രശ്നമായി മാറും. പ്രത്യേകിച്ച് അത് ശബരിമലയാണ്. ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ സ്വാമി ആയിട്ട് എത്തിയ ഒരാൾക്ക് മർദ്ദനമേൽക്കുകയും അത് മറ്റൊരു വിഭാഗത്തിലെ ആളാണ് മർദ്ദിക്കുകയും ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരു കലാപം, ആ കലാപത്തിനുള്ള വഴി ഒരുക്കി കൊടുക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്.